10th Standard Maths, Unit 2, Circles and Angles, പേജ് നമ്പർ 46-47 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4, 8 on a clock. Calculate the angles. How many equilateral triangle can we make by joining the numbers on a clock face? ഇപ്പോൾ ഇവിടെയുള്ള ക്ലോക്കിൻ്റെ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ 1, 8, 4 ഈ നമ്പേഴ്സിൽ വരുന്ന ഒരു ട്രയാങ്കിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടലി സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രീനെ നമ്മളിപ്പം നമുക്ക് അറിയാം 12 പാർട്സാണുള്ളത്. ഈ 1, 2, 3, 4 എന്നിട്ടുള്ള നമ്പർ 12 ഉള്ളത് കൊണ്ട് തന്നെ 12 പാർട്ട്, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 12 പാർട്ടാണുള്ളത്. ഇവിടെ നമുക്ക് 360/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 30 വരും. 30, 60, 90 അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് കൗണ്ട് ചെയ്താലാണ് നമുക്ക്, അതായത് ഒരു നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 4ലേക്ക്, അപ്പോൾ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഫിഗർ മാറ്റിയിട്ട് നമുക്കത് വേറൊരു ഫിഗറിലൂടെ കാണിക്കാം. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ ഇതിങ്ങനെ യോജിപ്പിച്ചാൽ ഇത് സെൻറ്ററാണെന്ന് വിചാരിക്കുക. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും യോജിപ്പിച്ചു. അപ്പോൾ കിട്ടുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1 to 2ലേക്ക് 30, 60, 90. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ആകുമ്പോൾ ഇതിൻ്റെ ഇങ്ങേ ഭാഗത്ത് വരുന്ന നമുക്കറിയാം അല്ലേ, സർക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൾട്ടർനേറ്റ് ആർക്ക് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ആകുമ്പോൾ ഇവിടെ 45 ആണ് വരിക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ 8 ഇവിടത്തേക്ക് യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇപ്പം ഉള്ളത് 30, അതായത് ഇവിടെയുള്ള ആംഗിൾ 30, 60, 90, 120. അപ്പോൾ ഇവിടെ 120 കിട്ടും. അതുപോലെ തന്നെ ഇനി ഇവിടെ വരുന്ന ആംഗിൾ 8 മുതൽ 1 വരുന്നതാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 30, 60, 90, 120, 150. അപ്പോൾ ഇവിടെ ഉണ്ടാവുക 150 ആണ്. ഈ 120ൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക 60. ഈ 150ൻ്റെ പകുതിയായ 75 ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 75ഉം 60ഉം 135ഉം 45ഉം 180, ഏത് ട്രയാങ്കിൾ ആയാലും 180 ഡിഗ്രിയാണ് വരിക. ഇനി നമുക്കിതിൻ്റെ വേറെ എത്ര എണ്ണം ഇതേപോലെ പിക്ചർ ആവും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 1, 4, 8. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 90 ആണ്, ഇവിടെ 120 ആണ്. അപ്പോൾ ഇവിടെ 150 ഉള്ളതിൽ ഈ കുറച്ച് 30 കൂടുതലാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താവും 120 ഡിഗ്രിയോ. അപ്പോൾ ഈ 120 ഡിഗ്രി ആവണ്ടെങ്കിൽ നമ്മുടെ ഈ 1ൻ്റെ ഇടയ്ക്കുള്ളത് എന്ത് ചെയ്താൽ മതി, ഇത് ഇവിടെ എത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ 12, 4, 8 വന്നാൽ അത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആവും. 1 ആണെങ്കിൽ 1ഉം 5ഉം 9ഉം വന്നാൽ ഈക്വലേറ്ററൽ ആവും. പിന്നെ 2, 6, 10 വന്നാൽ, അതുപോലെ തന്നെ 3, 7, 11, പിന്നെ 4, 8, 12 നമ്മളിപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ക്ലോക്കിലുള്ള പോയിൻറ്റുകൾ, ക്ലോക്കിലുള്ള 1, 2, 3 നമ്പേഴ്സ് ഈ ജോയിൻ ചെയ്താൽ നമുക്കത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. ഡ്രോ ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ഞാനത് വിടുന്നതായിരിക്കും. നെക്സ്റ്റ്, ഡ്രോ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 32.5 ആൻഡ് 37.5. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്ലേലിസ്റ്റ് പോയിട്ട് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും.
Fourth question, in the picture, a semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircles meet to any point on the larger circle is bisected by the smaller circle. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വലിയ സർക്കിളിൻ്റെ ഭാഗം കാണുന്നത് ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്താണ്. പിന്നെ ഇത് നമ്മുടെ വലിയ സർക്കിളിൻ്റെ സെൻറ്ററാണ്. പക്ഷേ ഈ സ്മോൾ സെമി സർക്കിൾ ഇവിടുന്ന് വന്നിട്ട് ആ സെൻറ്ററിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, ഇത് ലാർജ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് സ്മോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇത്ര വരെയുള്ളത് സ്മോൾ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വരെയുള്ളത് സ്മോൾ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററും ലാർജ് സെമി സർക്കിളിൻ്റെ റേഡിയസുമാണ്. പിന്നെ നമുക്ക് നോക്കാം, ഇവിടെ പറയുന്ന കാര്യം, ഇവിടെ ഒരു പച്ച കളറുള്ള വര കണ്ടില്ലേ, അതായത് ഇതിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെമി സർക്കിൾ വരഞ്ഞപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് മാറി എന്നാണ് പറയുന്നത്, ഈ പീസും ഈ പീസും. ഇനി ഇങ്ങനെ ആവണമെന്നില്ല, നമ്മളിപ്പോൾ ഇവിടെ വേറെ ഒന്ന് വരച്ചു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് ഇത്ര വരെയും ഇവിടുന്ന് ഇത്ര വരെയും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ സർക്കിളിൻ്റെ അത് നമ്മൾ ഒരു കോഡ്, അതാണ് കോഡ്, പച്ച കളറുള്ള വര വരയുന്നതിനാണ് കോഡ് എന്ന് പറയുക. ഒരുപാട് വരകൾ അതുപോലത്തെ വരയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചെറിയ സെമി സർക്കിൾ വരയുമ്പോൾ മുട്ടുമല്ലോ ഇവിടെ, ഈ മുട്ടുന്ന ഇവിടുന്ന് ഇവിടെ വരെയും ഇവിടുന്ന് ഇവിടെ വരെയും സെയിം ആണ്. അതായത് ഈ പിക്ചറിലാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയും ഇവിടുന്ന് ഇവിടെ വരെയും സെയിം ആണ്. അതായത് ഇത് മൊത്തം ഉള്ളതിൻ്റെ പകുതിയായിരിക്കും ഇത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്കതെങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. AC എന്ന് പറഞ്ഞിട്ടുള്ള ലൈന്, അത് സ്മോൾ സർക്കിളിനെ മീറ്റ് ചെയ്യുന്നത് D എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ O ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം ADOയും ACBയും റൈറ്റ് ആംഗിളാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെമി സർക്കിളിലുള്ള ആംഗിളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഇത് സെമി സർക്കിളാണ്, അതുകൊണ്ട് ഇത് 90 ആണ്. ഇത് സെമി സർക്കിളാണ്, അതുകൊണ്ട് ഇത് 90 ആണ്. അല്ലെ, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത്, ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് മലയാളത്തിലാണെങ്കിൽ ADOയും ACBയും എന്താണ്, മട്ടകോണാണ്. കാരണം എന്തുകൊണ്ടാണ്, അത് അർദ്ധവൃത്തത്തിലെ കോണായതുകൊണ്ട് അത് മട്ടകോണാണ്. ഇനി ട്രയാങ്കിൾ, നമുക്കിവിടെയുള്ള പേരിൽ DOA അല്ലെങ്കിൽ ADO എന്ന് പറയും. ADO എടുക്കാം. ADO എന്ന് പറയുമ്പോൾ ചെറിയ ട്രയാങ്കിൾ. ADOയും ACBയും സിമിലർ ആണ്. എന്തുകൊണ്ടാണ് സിമിലർ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണ്. കാര്യം ആദ്യമായിട്ട് ഇതും 90 ആണ്. 90 എന്ന് മാത്രമല്ല, നമ്മുടെ ഇത് കോമൺ ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതും സെയിം ആണ്. ഇത് കോമൺ ആംഗിളാണ് അല്ലേ. ഈ ആംഗിൾ ചെറിയ ചിത്രത്തിനുമുണ്ട്, വലിയ ചിത്രത്തിനും ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ആംഗിളും സെയിം ആയിരിക്കും. അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് സെയിം ആണെങ്കിൽ മൂന്നാമത്തെയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. ADOയും ACBയും സദൃശ്യ ത്രികോണങ്ങളാണ്. സദൃശ്യം എന്ന് പറഞ്ഞാൽ കോണുകൾ തുല്യമായതിനെയാണ് സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയാം. സദൃശ്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് അതിലുള്ള ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിന് നമുക്കറിയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയതുകൊണ്ട് തന്നെ ODയും BCയും പാരലൽ എന്ന് പറയാം. OD പാരലൽ BC. ആ പാരലൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th സ്റ്റാൻഡേർഡിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്ത്, ഇവിടെ നമുക്കറിയുന്നൊരു കാര്യമാണ്, ABയുടെ മധ്യബിന്ദുവാണ് O. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മധ്യബിന്ദുവിൽ നിന്ന് ഇത് രണ്ടും പാരലലാണ് അല്ലേ. അപ്പോൾ ഇത് പാരലായിട്ട് വരഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ലൈനിൻ്റെയും മിഡ് പോയിന്റിലാണ് പോകുക. അതായത് O മിഡ് പോയിൻ്റ് ആണെങ്കിൽ Dയും എന്ത് തന്നെയാണ്, മിഡ് പോയിൻ്റ് ആണ്. കാരണം ആ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട്, ഇതും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ മിഡ് പോയിൻ്റ് ആണ്. അത് നമുക്കറിയാം, അത് റേഡിയസ് ആണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
AOൻ്റെ അത് O എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണെന്നുള്ളത്. അപ്പോൾ O മിഡ് പോയിൻ്റ് ആണെങ്കിൽ O മധ്യബിന്ദു ആണെങ്കിൽ D എന്ത് തന്നെയായിരിക്കും, മധ്യബിന്ദു ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്, AD = ½ AC എന്ന് പറയാം, അല്ലെങ്കിൽ AD = DC എന്നും പറയാൻ പറ്റും. അടുത്തത്, പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ എ ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളാണ് ABC എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ഈക്വൽ സൈഡ് ഓഫ് എൻ ഐസോസ്ലെസ്, അതായത് നമ്മുടെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എന്നാണ് ഇവിടെ ഒരു സർക്കിൾ വരഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ ACൻ്റെ മിഡ് പോയിൻ്റ് എന്നാണ് രണ്ടാമത്തെ സർക്കിളും വരഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ ഇത് D എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണെന്ന് പറയണം. അതായത് ഈ രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ഇതിൻ്റെ നടുക്കുന്ന സർക്കിൾ വരഞ്ഞു, അതായത് ഇതിൻ്റെ നടുക്കുന്ന രണ്ടറ്റത്തും കൂട്ടിമുട്ടുന്നത് ഡയമീറ്റർ ആയിട്ട് വരഞ്ഞു അല്ലേ. ACയും വ്യാസമാണ്, ABയും വ്യാസമാണ്, ABയും ഡയമീറ്ററാണ്, ACയും ഡയമീറ്ററാണ്. അപ്പോൾ ഈ D എന്ന് പറയുന്നത്, അതായത് BCൻ്റെ നടുക്കുള്ള Dയിലൂടെയാണ് ഈ സർക്കിൾ കൂട്ടിമുട്ടുന്നതെന്ന് പറയണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്നത്, ഇതിങ്ങനെ യോജിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇത് യോജിപ്പിച്ചാൽ ABD എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ട്രയാങ്കിളാണ്. ABD എന്ന് പറയുന്നത് AB വ്യാസമാണ്, അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ AC ഡയമീറ്റർ ആണ്, അതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആയിരിക്കും. അത് ചിത്രം ഇങ്ങനെ ഓർമ്മിക്കുക, AC എന്ന് പറയുന്ന വരയിൽ ACൻ്റെ നടുക്കുന്ന് ഇങ്ങനെ വരഞ്ഞത് ഓർമ്മിക്കുക. അപ്പോൾ അത് സർക്കിളിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെമി സർക്കിളല്ല കംപ്ലീറ്റ് സർക്കിൾ ഉണ്ട്. അപ്പോൾ ADC എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 90, ഇതും 90. അപ്പോൾ ഇത് 90 മാത്രമല്ല, ഈ സൈഡും ഈ സൈഡും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് സെയിം ആണ്. പിന്നെ നമുക്കറിയാം ഇത് കോമൺ സൈഡാണ്, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ ആണ് BD കിട്ടുക, ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ ആണ് DC കിട്ടുക. അതിനർത്ഥം എന്താണ്, BDയും DCയും സെയിം ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ABയും ACയും സെയിം ആണ്, പിന്നെ AD കോമൺ ആണ്, അതുകൊണ്ട് തന്നെ BDയും DCയും സെയിം ആയിരിക്കും. അപ്പോൾ D എന്താണ്, മിഡ് പോയിൻ്റ്. അപ്പോൾ ഈ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നത് ABCD ഒരു റോംബസ് ആണ്. റോംബസ് ഈസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ കോമൺ പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ഈ ചിത്രം പോലെ തന്നെയാണ് ഇതും ഉള്ളത്. പക്ഷേ ഈ ചിത്രത്തിലെ നമ്മുടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ ABD എന്ന് പറഞ്ഞിട്ടുള്ളത് സെയിം തന്നെയാണ്. നമ്മളിത് ഇതിലൂടെ ഇങ്ങനെ വരക്കാം, BD യോജിപ്പിക്കുക, പിന്നെ AC യോജിപ്പിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഈ മിഡിലുള്ളതും ഇതിങ്ങനെ കുത്തനെ വരഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്കിവിടെ കിട്ടിയ പോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ 90 കിട്ടും, ഇപ്പുറം 90 കിട്ടും. നമ്മൾ ഇവിടെ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 90 കിട്ടും, ഇവിടെയും 90 കിട്ടും. അപ്പോൾ എല്ലാം എന്താണ്, 90 ഡിഗ്രി ഉള്ളതാണ് അവിടെ വരിക. അതുകൊണ്ടാണ് പ്രൂവ് ദാറ്റ് ഓൾ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ 4 സൈഡ്സ് ഓഫ് റോംബസ് ആസ് ഡയമീറ്റർ പാസസ് ത്രൂ എ കോമൺ പോയിൻ്റ്. അപ്പോൾ ഇത് നടുക്കത്തെ പോയിൻ്റ് എന്താണ്, കോമൺ പോയിൻ്റ് ആണ്. റോംബസിൻ്റെ ഓരോരോ ലൈനിൻ്റെ നടുക്കേ കൂടി നമ്മൾ സർക്കിൾ വെച്ചാൽ, അതായത് ഓരോരോ സൈഡും ഡയമീറ്ററായിട്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് എല്ലാ പോയിൻറ്റിലൂടെയും പാസ് ചെയ്ത്, എല്ലാം ഒരേ പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. അടുത്തത്, ഇൻ ദ പിക്ചർ ബിലോ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് സർക്കിൾ ആൻഡ് another point on semicircle, and then semicircles on the sides of the triangle as diameters. Prove that the sum of the areas of the blue and the red crescents, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പീസുകളാണ്, മലയാളത്തിൽ ചന്ദ്രക്കല എന്ന് പറയും. നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ നിങ്ങൾ, ഇങ്ങനെ സർക്കിളിൻ്റെ ഷേപ്പിൽ കണ്ട ഇത് പീസാണ്. ഈ നീല കളറുള്ളതും ചുവപ്പ് കളറുള്ളതും ഒരു പീസ്, നമ്മുടെ അമ്പിളിമാമൻ്റെ ഫുള്ളാവാത്ത രൂപം, അതാണ് പറയുന്നത്. In the second picture is equal to the area of circle. Prove that the sum of areas of blue color and crescents in the second picture is equal to the areas of triangle. അത് ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് സെയിം ആണെന്ന് പറയണം.
ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് സെയിം ആണെന്ന് പറയണം. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നതിൽ നമുക്കതിൻ്റെ സൈഡ്, നമുക്ക് പൈതഗോറസിൻ്റെ തിയറം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏരിയ നമുക്ക് സൈഡാണെന്ന് പറഞ്ഞാൽ മതി. ടു ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ആണ്. ഹാഫ് BH എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഡയമീറ്ററും റേഡിയസും ഒക്കെ ഹാഫ് സർക്കിളിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ സീ ദ പ്രോബ്ലം പാർട്സ് ഓഫ് സർക്കിൾ ഓഫ് ക്ലാസ് 9. 9ാം ക്ലാസ്സിലുണ്ട് ഇങ്ങനത്തെ ഒരു പാഠം. അതിൻ്റെ അകത്ത് ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏരിയാസ് ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AB, അതിൻ്റെ പേര് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ABൻ്റെത് കാണുമ്പോൾ ഹാഫ് πr² ആണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് πr² എന്ന് പറയുമ്പോൾ r/2. ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ ഡയമീറ്റർ, അപ്പോൾ AB ഡയമീറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ AB/2 റേഡിയസ് എടുക്കുന്നത്. AB/2 ആണ് റേഡിയസ് വരിക. അപ്പോൾ റേഡിയസിൻ്റെ സ്ക്വയർ ഹാഫ് πr². ഹാഫ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് സെമി സർക്കിളാണ്. കംപ്ലീറ്റ് സർക്കിൾ ആണെങ്കിലാണ് πr² എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AC കാണാം. AC കാണുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AC, അപ്പോൾ πAC²/8 വരും. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് BC എന്ന് പറയുമ്പോൾ ഹാഫ് BC²/8 വരും. ഇനി റൈറ്റ് ട്രയാങ്കിൾ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. AB², ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ആ ചെറിയ രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചെറിയ രണ്ടെന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ ചെറിയ ചന്ദ്രക്കലകൾ അവർ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഹാഫ് πr² എന്ന് പറയുന്നത് നമ്മുടെ സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഹാഫ് BC²/8 ഹാഫ് AC²/8 ചെയ്യുമ്പോൾ π/8 കോമൺ ആണ്. അതുകൊണ്ട് തന്നെ BC² + AC² എന്ന് എഴുതും. അപ്പോൾ π/8 AB² എന്ന് വരും. അപ്പം നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നതിൽ AB² കോമൺ ആണ്. π/8 എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് വരുന്ന ഒരു ഭാഗം മാത്രമാണ്. അപ്പം അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ പൈതഗോറസ് തിയറത്തിൻ്റെ ഇത് പ്രകാരം π/8 AB² ആണ് കിട്ടുക. അതായത് ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ സെമി സർക്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അവിടെയുള്ള വലിയ സെമി സർക്കിളിൻ്റെ സെയിം ആണെന്ന് പറയുന്നു. അപ്പോൾ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. പിക്ചറിൽ നമ്മുടെ ഡാർക്ക് കളർ വരുന്ന ഭാഗം നമ്മുടെ ട്രയാങ്കിൾ കോമൺ ആണ് രണ്ടിലും അല്ലേ. മൊത്തമുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ അതിന് സെയിം ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയയും നമ്മുടെ ചന്ദ്രക്കലകൾ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ഭാഗം ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സെയിം ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഹാഫ് സർക്കിൾ കണ്ടോ, ഈ ഹാഫ് സർക്കിളിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കംപ്ലീറ്റും ആഡ് ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് കിട്ടുക. അതായത് AB വ്യാസമായത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതിൽ ട്രയാങ്കിൾ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗം ഈ കറുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇതും നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ആ രണ്ട് ചന്ദ്രക്കലകൾ, അതായത് ഇത് രണ്ട് പീസ്, അതായത് ഈ മുകളിൽ വരുന്ന ഈ ബ്ലൂ കളറും ചുവപ്പ് കളറും ഇതിന് സെയിം ആയിരിക്കും. കാരണം ഈ പച്ച കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് വരുന്നത് ഇത് കംപ്ലീറ്റും ആഡ് ചെയ്താലാണ് ഇവിടെയായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ കറുപ്പിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ, ഇത് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെമി സർക്കിളിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈ വലിയ സെമി സർക്കിളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതങ്ങോട്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഹാഫ് സർക്കിൾ, AC ഉള്ള ഹാഫ് സർക്കിളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഈ കളറുള്ള ഭാഗം നമ്മുടെ ഈ ABൻ്റെ അകത്ത് ഈ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തത് ആയിരിക്കും. ഇനി ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ AB ആൻഡ് CD ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് ആർക്സ് APC പ്ലസ് BQD ജോയിൻ ടുഗദർ മേക്ക് സെമി സർക്കിൾ. അതായത് ഈ APC എന്ന് പറയുന്ന ഇവിടെ നിന്ന് ഇത്ര വരെയുള്ള ഈ പീസും ഇവിടെ നിന്ന് ഇത്ര വരെയുള്ള പീസും
പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമുള്ളതിൻ്റെ പകുതിയായിരിക്കും എന്നാണ് പറയുന്നത്. മൊത്തമുള്ള റൗണ്ടിൻ്റെ പകുതിയാണ് ബി ക്യു ഡി എന്നുള്ള ലെങ്ത്തും എ പി സി എന്നുള്ള ലെങ്ത്തും പ്ലസ് ചെയ്താൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ചു എന്ന് വിചാരിക്കുക. ബി ഒ ഡി ഇത് ഞാൻ എക്സ് ഡിഗ്രി എടുത്താൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡി എ ബി ആണ്. അപ്പോൾ ഡി എ ബി എന്ന് പറയുന്ന ഇതെന്തായിരിക്കും? അര എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എ ക്യു സി, എ ക്യു സിൻ്റെ എന്ന് ക്യൂയിലേക്ക് യോജിപ്പിച്ചിട്ട് നമ്മൾ സിയിലേക്ക് ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? അര വൈ ഡിഗ്രി എന്ന് എടുക്കുന്നു. അപ്പോൾ എ ഒ സി ആണ് വൈ ഡിഗ്രി എടുക്കുന്നത്. എ ഒ സി വൈ ഡിഗ്രി എടുത്ത സെൻട്രൽ ആംഗിൾ ആണല്ലോ വൈ ഡിഗ്രി. അപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ എ ഡി സി പേര് ഞാൻ ആദ്യം എ ഇവിടെ ഇട്ടുപോയി, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എ ഡി സി എന്ന് പറയുന്ന ഇത് അര വൈ ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഫിക്സ്ഡ് എന്താണ് 90 ആണ്. അപ്പം നമുക്കറിയാം ഏത് ട്രയാങ്കിൾ ആയാലും ഇവിടെ ഇപ്പം 180 ആണ് കിട്ടുക. അര എക്സ് ഡിഗ്രിയും അര വൈ ഡിഗ്രിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ആണ്. എന്തുകൊണ്ടാണ് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 വരുന്നത്? ഇത് രണ്ടും ആഡ് ചെയ്ത 90 ആണ്. കാരണം ഈ ഒരു ട്രയാങ്കിളിൽ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഇത് ഫിക്സ്ഡ് ആണ്. കാരണം ഡി സി ഡിയും എ ബിയും പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ആണ്. അര എക്സും അര വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 90 ആണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് എ പി സി എക്സ് ഡിഗ്രി therefore എ ഡി സി ഈക്വൽ ടു ഹാഫ് എക്സ് ഡിഗ്രി എന്ന് എഴുതാം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്നത് വൈ എടുത്താൽ ബി എ ഡി അര വൈ ഡിഗ്രി വരും. എ ബിയും സി ഡിയും പാരലൽ ടു ഈച്ച് അതർ ആയതുകൊണ്ട് എ ഡി 90 ആണ്. പിന്നെ ബാക്കിയുള്ളത് രണ്ട് ആംഗിൾ, അത് ഒന്ന് 90 ഫിക്സ്ഡ് ആണെങ്കിൽ മറ്റേ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 90 കിട്ടുക. കാരണം എന്തുകൊണ്ടാണ്? ടോട്ടൽ സം 180 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ അര എക്സ് ഡിഗ്രി പ്ലസ് അര വൈ ഡിഗ്രി 90 ആണ്. അര ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഒരു 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 90 ഇൻറ്റു 2 ആണ് വരും, 180 വരും. അപ്പോൾ അങ്ങനെ ആർക്ക് അത് രണ്ടും കൂടെ, അതായത് എക്സ് ഡിഗ്രി നമുക്കിവിടെ ഇപ്പം എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും 180 എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏതാണ്? എക്സ് ഡിഗ്രിന്ന് എടുത്തിട്ടുള്ളത് ആർ കെ പി സി ആണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ആർ കെ പി സി എന്ന് ഇടാം. അതുപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറഞ്ഞിട്ട് വൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വൈ ഡിഗ്രി ഇതിന് പകരം ബി ക്യു ഡി എന്ന് എഴുതാം. അപ്പോൾ 180 ആണത്, സെമി സർക്കിളാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ബൈ.